ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ബ്ലൗസ് ഈ ബ്ലൗസ് തയ്ക്കുന്നത് മെയിനായിട്ട് നമ്മുടെ ആം ഹോളും സ്ലീവും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ആ കൈയിൻ്റെ ആ കുഴയായിട്ട് നമ്മൾ ബന്ധിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെ അത് രണ്ടും നമ്മൾ സാധാരണ ഇങ്ങനെ സൈഡ് അടിച്ചിട്ട് നമ്മൾ ഇത് ചെയ്യാണ് പതിവ്. പക്ഷെ രണ്ട് ബ്ലൗസിൻ്റെ ഇതും കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട്, അതായത് വലിയ ചുളിവുകളൊന്നും ഇല്ലാതെ നമുക്കിത് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കുറേ പേരൊക്കെ കണ്ടു കാണും അങ്ങനെ ചെയ്യുന്നത്. കാണാത്തവർ ഇത് കണ്ടു നോക്കാട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ അളവിൽ തന്നെ തയ്ക്കുകയാണ്, കാരണം നിങ്ങൾക്ക് ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും ആ ഒരു ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബ്ലൗസിൻ്റെ പീസാണിത്. അപ്പോൾ ഈ ബ്ലൗസ് പീസ് നമ്മൾ ബ്ലൗസ് ഇടുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. തേര് ഭാഗം രണ്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നമ്മളിത് ഇതുപോലെ 1 മീറ്റർ തുണിയോ 1.5 മീറ്റർ ഒക്കെ ആണെങ്കിൽ നമ്മൾ നീളനെ എടുത്തിട്ട് അതിനെ നടുമടക്കി ഈ തേര് ഭാഗം അറ്റത്തോട്ട് നമ്മൾ ഇടും. അങ്ങനെ നമ്മൾ നിൽക്കുന്ന സൈഡിൽ അടഞ്ഞ സൈഡും ഓപ്പോസിറ്റ് സൈഡ് ഓപ്പൺ സൈഡ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് നമ്മൾ എപ്പോഴും കട്ട് ചെയ്യുന്നത് ബാക്ക് സൈഡാണ്. അപ്പോൾ ഞാനിതൊരു പ്രിൻസസ് കട്ട് തയ്ക്കും. ഞാൻ പ്രിൻസസ് കട്ട് തയ്ച്ചിട്ട് ഇട്ടിട്ട് നിങ്ങളെ കാണിച്ചിട്ടില്ല. ഇത് ഞാനൊരു പ്രിൻസസ് കട്ട് തയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറക്കമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എൻ്റെ ഒരു 14.5 ഇറക്കം നമ്മൾ കണക്കാക്കാം. അപ്പോൾ ഒരു 14.5 ഇറക്കമാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് നമുക്ക് 15.5-യിലാണ് നമ്മൾ ഇറക്കം എടുക്കേണ്ടത്. എത്ര ഇറക്കമാണോ നിങ്ങളുടെ 12 ആണെങ്കിൽ 13 എടുക്കുക, 13 ആണെങ്കിൽ 14 എടുക്കുക, 14 ആണെങ്കിൽ 15 എടുക്കുക. അപ്പോൾ ഞാൻ 14 എനിക്ക് ഇറക്കം കിട്ടണമെങ്കിൽ ഞാൻ 1 ഇഞ്ച് കൂട്ടിയിട്ട് 15.5-യിൽ ഞാൻ ഇറക്കം എടുക്കുന്നുണ്ട്. ഒരളവ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആ അളവിൻ്റെ ഇത് നിങ്ങൾ എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ 44 ആണ് വരുന്നത്. അപ്പോൾ ഞാൻ 44ൻ്റെ അളവുകൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അളവിനെ വേണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഇതാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് രണ്ട് സൈഡിൽ ഞാനൊരു 15.5 അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് അളവുകൾ കൊടുക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ഇതിനൊരു വര വരയ്ക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിലെ നെക്കിൻ്റെ ഇറക്കം കൊടുക്കാൻ നമുക്ക്. അപ്പോൾ ബാക്കിലെ നെക്കിൻ്റെ ഇറക്കം നമുക്ക് ഒരു 9.5 നമുക്ക് കൊടുക്കാം. ബാക്കിലെ നെക്ക് ഇറക്കം ഞാനൊരു 9.5 കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ കൊടുക്കുന്നത്, അപ്പോൾ നിങ്ങൾ വിചാരിക്കും നേരത്തെ കൊടുത്തത് 10 ആയിരുന്നല്ലോ അല്ലെങ്കിൽ 9 ആയിരുന്നല്ലോ. ഇപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് ബാക്ക് നെക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 9.5 കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 1.5 ഇഞ്ച് ഞാനിതിനെ ഇത് കൊടുക്കുന്നുള്ളൂ. ഏത് കഴുത്ത് വട്ടം 1.5 കൊടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ കൊടുക്കുന്നത് ഇതിൻ്റെ ഷോൾഡർ 15 ആണെങ്കിൽ അതിനെ ഡിവൈഡ് ബൈ 3. അപ്പോൾ ഞാൻ 5 ഇഞ്ച് ഞാൻ ഷോൾഡറിന് കൊടുക്കുന്നുണ്ട്. പിന്നെ വണ്ണം എന്ന് പറയുന്നത് 44ആണ്. നമ്മൾ ചെസ്റ്റ് വണ്ണം അളക്കുമ്പോൾ നമുക്ക് 40 കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ 4 ഇഞ്ച് ലൂസ് കൊടുത്തിട്ടാണ് നമ്മൾ 44. അപ്പോൾ എനിക്ക് ചെസ്റ്റ് വണ്ണം, അതായത് ഞാൻ ഇന്നർ യൂസ് ചെയ്യുന്നത് 40 ആണെങ്കിൽ ഞാൻ 44 ബ്ലൗസാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ 11 ഇഞ്ചാണ് 44 കൊടുക്കുന്നത്. പിന്നെ തയ്യൽ തുമ്പാണ്, അത് നമുക്ക് 1-ഓ 2-ഓ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഞാൻ 2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുത്തുവട്ടമായി, ഷോൾഡറായി, വണ്ണമായി, തയ്യൽ തുമ്പമായി. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആം ഹോളാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഷോൾഡറിന് എത്രയാണോ കൊടുത്തതെങ്കിൽ ആ അളവ് തന്നെ നമ്മൾ ആം ഹോൾ കൊടുക്കണം. അപ്പോൾ താഴോട്ട് ഞാൻ 5 തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പം 5 ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമ്മൾ വണ്ണത്തിൻ്റെ അവിടെ നമുക്ക് 5 അടയാളപ്പെടുത്തണം. പിന്നെ നമ്മുടെ തയ്യൽ തുമ്പിൻ്റെ അവിടെ നമ്മൾ 5 അടയാളപ്പെടുത്തണം. ഇനി ഇതെല്ലാം കറക്റ്റാണോ നമ്മൾ നോക്കണം. ഇവിടെ നിന്ന് 5 വേണം നമുക്ക്, ഇത് കറക്റ്റാണ്. പിന്നെ നമുക്ക് ഇത് നമ്മൾ 11 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. കറക്റ്റായിട്ട് ഇവിടെയും എടുക്കണം കേട്ടോ. മുകളിൽ നിന്ന് എടുത്താലും നമ്മൾ കറക്റ്റായിട്ട് നോക്കണം, അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ അതിൻ്റെ ആ വ്യത്യാസം അവിടെ വരും. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ സ്ക്വയർ ഒന്ന് വരച്ചിട്ട് നമുക്ക് ഇവിടെ കൈക്കുഴ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കൈക്കുഴയിൽ 1 ഇഞ്ച് നമുക്ക് ഷേപ്പിന് വേണ്ടി നമ്മൾ കൊടുക്കും. ആ 1 ഇഞ്ച് ഇവിടെ ഇങ്ങനെ കൊടുക്കാം, ഇവിടെ വരച്ചു കൊടുക്കാം. നമ്മളിവിടെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഇടവണ്ണാണ് വേണ്ടത്. അപ്പോൾ 37 വരുന്നത്. അപ്പോൾ ഞാനൊരു 9.25 ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതിനെ 4 ആക്കുമ്പോൾ കിട്ടുന്നത് 9.25. ഇത് നമ്മൾ അളക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അതിൻ്റെ കൂടെ ലൂസ് ഒന്നും വേണ്ട. അത് എത്രയാണോ കിട്ടുന്നത്, 30 കിട്ടിയാൽ 30നെ ഡിവൈഡ് ചെയ്ത് 4 ആക്കാം, 35 കിട്ടിയാൽ അതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നമുക്കൊരു എന്താ പറയുക, താഴ്വണ്ണത്തിന് ലൂസ് ഒന്നും കൊടുക്കേണ്ട. ചെസ്റ്റ് വണ്ണത്തിന് മാത്രം നമ്മൾ ലൂസ് കൊടുത്താൽ മതി കേട്ടോ. അവിടെയാണ് നമ്മൾ 4 ഇഞ്ച് ലൂസ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 2 സൈഡ് നമ്മൾ വണ്ണങ്ങൾ തമ്മിൽ ഞാൻ കൂട്ടി യോജിപ്പിച്ചു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കമാണ്. അപ്പോൾ കഴുത്തിൻ്റെ ഇത് നമുക്ക് ഒരു സ്ക്വയർ വരച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ,
നമുക്ക് ഇതിൻ്റെ നമ്മുടെ കഴുത്ത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഞാനൊരു ഈ ഒരു ഷേപ്പിൽ ഞാൻ വരയ്ക്കുന്നുണ്ട്. ഇതുവരെ കൊടുത്തിട്ട് നമുക്ക് എപ്പോഴും ഒരേ വട്ടക്കഴുത്ത് തന്നെ വേണ്ട, നമുക്കൊരു വ്യത്യാസമുള്ള കഴുത്ത് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനൊരു കഴുത്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇത്രയും അളവിനെ നമുക്കൊന്ന് വെട്ടി എടുക്കാം. ഇതിൻ്റെ സെൻറ്റർ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടയാളപ്പെടുത്താം. ഓക്കെ, ഇവിടെ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്കിതിനെ വെട്ടി എടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡ് ഞാൻ വെട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഇനി ഫ്രണ്ട് സൈഡാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡിനായിട്ട് നമുക്ക് ഓപ്പൺ സൈഡാണ്, ഫ്രണ്ട് ഓപ്പൺ ആണ്. അപ്പോൾ നമുക്കിതിനെ ഫ്രണ്ടിലോട്ട് ഈ തേര് ഭാഗത്തിന് നമുക്കിങ്ങനെ ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്കിതാ ഇറക്കത്തിൽ 1 ഇഞ്ച് കൂടുതൽ വേണം. 1/4 ഇഞ്ച് നമ്മൾ ഇവിടുന്ന് വിട്ട് കൊടുക്കാം. ഇതിന് വേണ്ടി ഒരു കാര്യം, ഇത് തേര് ഭാഗമാണ്. ഈ തേര് ഭാഗം നമുക്ക് ആവശ്യമില്ല. തേര് ഭാഗം നമ്മൾ വെട്ടിക്കളയണം. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് നമ്മൾ ഇവിടെ വിട്ട് കൊടുക്കണം. 1/4 ഇഞ്ച് നമ്മളിവിടെ വിട്ട് കൊടുക്കണം. ഇനി നമ്മൾ പ്രിൻസസ് കട്ട് ബ്ലൗസാണ് തയ്ക്കുന്നത്. അപ്പോൾ ഈ 1 ഇഞ്ച് ഇവിടെ കൊടുത്തതിനും ഞാനൊരു 1 ഇഞ്ചും കൂടെ 1/4 ഇഞ്ച് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ നമ്മൾ നല്ല സൈസ് ഉള്ള ആൾക്കാർ, കപ്പ് സൈസ് കൂടുതലെല്ലാം വേണം ആൾക്കാർക്ക് ഇത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കണം. 1/4 ഇഞ്ച് ഞാൻ ഫസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇവിടെ തേര് കഴിഞ്ഞിട്ട് ഞാനൊരു 1/4 ഇഞ്ച് ഇവിടെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. തേര് കഴിഞ്ഞ് ഒരു 1/4 ഇഞ്ച് ഇവിടെ വരയ്ക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ അപ്പുറത്താണ് നമുക്ക് 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ വേണ്ടത്. 1 ഇഞ്ച് ഞാനിവിടെ വരച്ചു കൊടുക്കുന്നുണ്ട്. 2 സൈഡിൽ ഞാൻ 1 ഇഞ്ച് കൊടുത്തിട്ട് നമുക്ക് ഈ വര ഇവിടെ വരച്ചു കൊടുക്കാം. അപ്പോൾ 1 ഇഞ്ച് മുന്നിലോട്ട് ഞാൻ കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഇവിടെ നിന്നാണ് നമ്മൾ അളവുകൾ എടുക്കേണ്ടത്. ഇപ്പുറത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം. 1 ഇഞ്ച് നമ്മൾ താഴെ കൊടുക്കണം എക്സ്ട്രാ. അതായത് 15 നമ്മൾ ബാക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് എത്ര കൊടുക്കണം? 16 നമ്മൾ കൊടുക്കണം കേട്ടോ. ബാക്ക് എടുത്തതിനേക്കാളും 1 ഇഞ്ച് ഇടാം. അപ്പോൾ ഇറക്കത്തിൻ്റെ കൂടെ 2 ഇഞ്ചാണ് കൂടുതൽ ഫ്രണ്ട് പീസിന് വേണ്ടത്. ബാക്കിൽ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇത് പിന്നീട് നമുക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് 1 ഇഞ്ച് ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ 1 ഇഞ്ചിൽ ഞാനിവിടെ ഒരു വര വരച്ച് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അളക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 1/4 ഇഞ്ച് ഹുക്കിനും 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. താഴ്വശത്തോട്ട് 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു പ്രിൻസസ് കട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് അടയാളങ്ങൾ കൊടുക്കാൻ നോക്കാം. നമ്മൾ ഫസ്റ്റ് നമ്മുടെ അടയാളങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരച്ചു കൊടുക്കണം. ഇതെങ്ങനെയാണോ അതുപോലെ നമ്മൾ വരച്ചെടുക്കാം. ഓക്കെ, തയ്യൽ തുമ്പ് ഇവിടെ ഒരു അടയാളം കൊടുക്കാം, ഇവിടെ ഒരു അടയാളം കൊടുക്കാം. നമുക്കിങ്ങനെ നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് വരയ്ക്കാം. ഒരു സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് അത് കിട്ടും. പട്ടിയല്ല വരയ്ക്കണം. ഇവിടെ നമുക്കൊരു വര വരയ്ക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇറക്കം എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം അടയാളപ്പെടുത്തിയതിന് ശേഷം പിന്നെ നമുക്ക് ഇവിടെ നമ്മൾ 1/4 ഇഞ്ച് 1 ഇഞ്ചും എക്സ്ട്രാ 1/4 ഇഞ്ച് നമ്മളിവിടെ ഓൾറെഡി വിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഫ്രണ്ടിലെ നെക്കിൻ്റെ ഇറക്കം എടുക്കാം. നമുക്ക് ഫ്രണ്ടിലെ നെക്കിൻ്റെ ഇറക്കം നമുക്ക് ഇവിടുന്ന് എടുക്കാം. 1/4 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. 6.5 ഞാൻ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് നമുക്കൊരു 6 എടുക്കാം. ഇവിടെ നമ്മൾ 1.5 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു 2.5 നമുക്ക് കൊടുക്കാം. നമുക്ക് ഇതിനൊരു സ്ക്വയർ വരച്ച് കൊടുക്കാം. കഴുത്ത് ഇച്ചിരി വൈഡായിട്ട് ഇങ്ങനെ ഭംഗിയിൽ നിൽക്കാനാണ് നമ്മൾ ഇത്രയും താഴ്വശത്ത് ഇച്ചിരി കൂടുതൽ കൊടുക്കുന്നത് കേട്ടോ. നമുക്കിതിനെ ഒന്ന് ഇവിടേക്കൊന്ന് ഇവിടെ കൊണ്ട് ഒന്ന് ഇതാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഇതാക്കി എടുക്കാം. ഓക്കെ, ഈ 1/4 ഇഞ്ചിൻ്റെ അവിടെ വര മതി കേട്ടോ. ഇങ്ങോട്ട് മുന്നോട്ട് എടുക്കേണ്ട ഈ 1/4 ഇഞ്ചിൻ്റെ അവിടെ മതി. 1 ഇഞ്ചിലെ 1.25 ഇഞ്ചിലെ 1/4 മാത്രം നമ്മളിവിടെ എടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ കട്ടിങ് ഞാൻ പിന്നെ വരുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. ഇനി നമുക്ക് 11 ഇഞ്ചാണ് ഞാൻ പറഞ്ഞത് കട്ടിങ്ങിൻ്റേത്, മീൻസ് ടക്കിൻ്റെ ഇത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് 11 അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ പിടിക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ എത്രയാണ് വേണ്ടത്? നമുക്ക് 4 ഇഞ്ചാണ് ഡിഫറൻസ് വരുന്നത്. 1/4 ഇഞ്ചിനെ നമ്മളൊന്ന് പിടിച്ചു കൊടുത്തിട്ട് ബാക്കി നമ്മൾ 4 ഇഞ്ച് അടയാളപ്പെടുത്തും. അപ്പോൾ ടക്ക് വരുന്നത് ഇവിടെയാണ് കേട്ടോ.
നമ്മൾ ഈ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടില്ല, അവിടെ ഒന്നൊരു വരയ്ക്കാം നമുക്ക്. അത് വരച്ചിട്ട് നിങ്ങൾക്ക് എന്നാലും നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ്. ഇത് 1 ഇഞ്ച് നമ്മൾ ഇവിടെ എക്സ്ട്രാ 15.5 പ്ലസ് 1 ഈ 1 ഇഞ്ച് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ കൊണ്ടും കൂടെ നമ്മളൊരു 4.25 നമ്മൾ പിടിച്ചിട്ട് ഓക്കെ ഈ ലൈനെ നമുക്കൊന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് നമ്മളിതിനെ വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഇവിടുത്തെ ഇതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ വശത്തോട്ട് നമുക്ക് ഇതിനെ മുട്ടിച്ചിട്ട് ഒരു ലൈൻ കൊടുക്കാം. ഈ അളവിൽ നോക്കരുത്, ഇവിടെ നമുക്ക് കൊടുക്കാം. ഇവിടുന്ന് നമുക്ക് ഇതിനെ കൊടുക്കാം. അതും നമ്മളിതിനെ ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. കാണുന്നുണ്ടോ പിങ്ക് കളർ? ഞാനത് രണ്ടും ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓക്കെ നമുക്കിത് പിങ്കിൽ നമുക്ക് അടയാളപ്പെടും. അത് ഞാൻ റൗണ്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വരച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രിൻസസ് കട്ടിൻ്റെ ഇത്രയും ഭാഗം നമുക്ക് ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ വേണ്ടത് 1/4 ഇഞ്ച് ഇങ്ങോട്ടും 1/4 ഇഞ്ച് ഇവിടെയും നമ്മൾ കൊടുക്കണം. എന്നിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ വരച്ചിട്ട് ഈ ടക്കിലോട്ട് നമ്മൾ പൊട്ടിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ 1/2 ഇഞ്ച്, 1/4 ഇഞ്ച് ഇവിടെയും വരച്ച് ഞാൻ 1/4 ഇഞ്ച് ഇവിടെയും വരച്ച് ഓൾറെഡി 1/2 ഇഞ്ച് ഞാൻ എടുത്ത് അതിനെ 2 സൈഡും നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് ഇവിടെ മുട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ടക്കുകളുടെ വ്യത്യാസം നമുക്ക് എടുക്കാം. ഫ്രണ്ടിലോട്ട് നമുക്ക് എത്ര എടുക്കാം? ഫ്രണ്ടിലോട്ട് ഞാൻ 1 ഇഞ്ച് ഞാൻ ഫ്രണ്ടിലോട്ട് ടക്ക് എടുക്കുന്നുണ്ട്. 1 ഇഞ്ച് ഞാൻ ഫ്രണ്ടിലോട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് ഇവിടെ ഞാൻ ഒരു 2.5 ഇഞ്ച് ഞാൻ ഇവിടെയും എടുക്കുന്നുണ്ട് ടക്ക്. മനസ്സിലായോ? ഇവിടെ ഞാൻ 1 ഇഞ്ചും ഇവിടെ ഞാൻ 2.5 ഇഞ്ചും. അപ്പോൾ 1ഉം 2.5 എത്രയായി? മൊത്തം നമുക്ക് 3.5 ഇഞ്ചാണ് നമ്മൾ ടക്കിനെ ഇത് എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് നമുക്ക് ഈ ടക്കുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഞാൻ യോജിപ്പിക്കുന്നുണ്ട്, ഇവിടെ നിന്ന് ഞാനിങ്ങനെ യോജിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഈ 1 ഇഞ്ചിൻ്റെ ടക്കിൻ്റെ അളവ് നമ്മളിവിടെ 1 ഇഞ്ച് ഫ്രണ്ടിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇല്ലേ? ഈ 1 ഇഞ്ചിൻ്റെ എക്സ്ട്രാ എടുക്കാനുള്ളത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പിന്നെ ഒരു തുണിയുടെ ആവശ്യം ഇവിടെ വരുന്നില്ല, നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1/4 ഇഞ്ച് വിട്ടിട്ട് ഈ 1 ഇഞ്ചിലോട്ട് നമുക്ക് ഇങ്ങനെ വരച്ചെടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കാം. 1/4 ഇഞ്ച് വരയ്ക്കുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ഹുക്ക് വെക്കാനുള്ള പടി വെക്കുമ്പോൾ അത് ഉള്ളിലോട്ട് പോകും. അപ്പോൾ ഈ 1/4 ഇഞ്ച് വിട്ട് നമ്മൾ ഈ 1 ഇഞ്ച് നിൽക്കുന്ന ഭാഗത്തോട്ട് നമുക്ക് ലൈൻ വരച്ച് ഇവിടെ മുട്ടിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ഇവിടെ എത്ര വേണം? ഇവിടെ നമുക്ക് വേണ്ടത് 2.5 ഇഞ്ചാണ്. ആ 2.5 ഇഞ്ച് നമ്മൾ ഇവിടെ കൊടുക്കാം. 2.5 ഇഞ്ച് നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ലൈൻ നമ്മളൊന്ന് കുറച്ചുകൂടി മുട്ടിച്ച് കൊടുക്കുക. 2.5യിൽ നമുക്ക് ലൈൻ വേണം. ഓക്കെ, ഇവിടെയാണ് 2.5 വരുന്നത്, അതാണ് 2.5 വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചെടുക്കാം. ഈ 1 ഇഞ്ചിൻ്റെ ഈ മുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ഇതിനെ മുട്ടിച്ച് കൊടുക്കുക. ഇതിനെ മുട്ടിച്ച് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ചെരിച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ ഇവിടെ മുട്ടിച്ച് കൊടുക്കാം. മനസ്സിലായോ? നമുക്ക് ഈ അളവിൽ നിന്ന് നമ്മളിങ്ങനെ ഇതിനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കൊടുത്തിട്ട് ഇതിനെ ഇവിടെ ഇങ്ങനെ മുട്ടിച്ച് കൊടുക്കണം. മനസ്സിലായോ? ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടക്കിൽ നിന്ന് നമ്മൾ അളവ് താഴോട്ട് കൊടുക്കുക. എത്രയിലാണ് ഇവിടെ മുട്ടിക്കുക? ഇത് 6ലാണ് നിൽക്കുന്നത് കേട്ടോ. ഈ ടക്കിനെ ഞാൻ മുട്ടിച്ചു. ഈ നമ്മളിപ്പോൾ ഷേപ്പ് വരച്ചില്ലേ, ആ വരയായിട്ട് ഞാൻ മുട്ടിച്ചു ഇതിനെ. അപ്പം ഞാനിതിനെ നീലതുകൊണ്ട് വരയ്ക്കുകയാണ് കേട്ടോ. ഇത് വരച്ചു. ഇനി നമ്മൾ ഈ ഭാഗത്തിനെ നമ്മൾ ഇവിടെ വരച്ചെടുക്കണം. 2.5 വരുന്ന ഒരു ഭാഗമില്ലേ, അവിടെ ഇങ്ങനെ വരച്ചിട്ട് ഇവിടുത്തെ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചെടുക്കണം. ഇങ്ങനെ വേണം നമ്മൾ വരയ്ക്കാൻ. ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഒരു വളച്ചെടുത്തിട്ട് വേണം നമ്മൾ ഇങ്ങനെ വളച്ചിട്ട് നമ്മളിങ്ങനെ ഒരു കപ്പല്ലേ ഈ ഭാഗം വരുന്നത്. അപ്പോൾ നമ്മൾ അതിന് വരുന്ന പോലെ നമ്മൾ ഇങ്ങനെ വരച്ചെടുക്കണം. കണ്ടോ? ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്തിട്ട് വേണം നമ്മൾ ഇങ്ങനെ വരച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ആ ഷേപ്പ് അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്ത അളവ് എത്രയാണ്? 6 ഇഞ്ചാണ് നമ്മൾ ഇവിടെ നിന്ന് അളക്കുമ്പോൾ കിട്ടുന്നത് അല്ലേ? ആ 6 ഇഞ്ച് മാത്രമേ നമ്മൾ ഇവിടെയും കിട്ടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക്
ഇതിൻ്റെ തയ്ച്ച് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മളെടുത്ത 6 ഇഞ്ച് നമ്മൾ ഇതേപോലെ അത് രണ്ടും മുട്ടി നിൽക്കുന്ന ആ ഭാഗം നമ്മളെടുക്കുക. ഓക്കെ, കറക്റ്റ് നോക്കാം നമുക്ക്. ഇത് 6ഉം ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ അളന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വെക്കണം. ഇതും നമ്മൾ അതുപോലെ തന്നെ അളക്കണം. അത് നിൽക്കുന്ന അതേ ഇതിൽ തന്നെ അളക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ വരച്ച വരേനെ നമ്മൾ ഈ പോയിന്റിലോട്ട് വരച്ച് മുട്ടിക്കണം കേട്ടോ. ഇങ്ങനെ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. വെട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ഇത്രയും ഭാഗം നമ്മൾ വേണ്ട, ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇവിടെ മുട്ടിച്ച് കൊടുക്കണം. ഇനി അത്രയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടുത്തെ അളവുകളൊക്കെ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇനി നമുക്ക് വേണ്ടത് ഈ കോർണറിൽ ഞാൻ എത്ര എടുത്തു, 1/2 ഞാൻ ഓൾറെഡി എടുത്തു. ഇത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കട്ട് ചെയ്യും, ഇവിടെ നിന്നും ഞാൻ കട്ട് ചെയ്തെടുക്കും. കാരണം കപ്പ് സൈസ് വേണ്ടവർക്ക്, അതായത് എനിക്ക് അത്യാവശ്യം നല്ല കപ്പ് സൈസ് വേണ്ടതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. കപ്പ് സൈസ് വേണ്ട നോർമൽ ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ ഇത് എടുത്തത് നിങ്ങൾ എടുക്കണ്ട. ഇതിന് സെൻറ്റർ ഇങ്ങനെ വെട്ടിയിട്ട് 1/2 ഇഞ്ച് നിങ്ങളിവിടെ കൊടുത്താൽ മതി അടിക്കാനുള്ളത്. ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 2 സൈഡിൽ നമ്മൾ 4 ഇഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വെട്ടുമ്പോൾ ഓൾറെഡി 1/2 ഇഞ്ച് പോവുകയാണ്. പിന്നെ നമ്മൾ ടക്ക് അടിക്കുമ്പോൾ പിന്നെ 1/2 ഇഞ്ച് വേണം. മൊത്തത്തിൽ എത്ര വേണം, 1/2 പോയി പിന്നെ 1/2 അടിക്കാൻ വേണമെങ്കിൽ 1 ഇഞ്ചായില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ വശത്ത് നമ്മൾ എന്ത് ചെയ്യണം, 1 ഇഞ്ച് നമ്മൾ എടുക്കണം. അപ്പോൾ പ്രിൻസസ് കട്ട് ബ്ലൗസ് കൂടെ നിങ്ങൾ തയ്ക്കാൻ പഠിക്കാൻ കേട്ടോ. ഇതിൻ്റെ ഒപ്പം ആദ്യമായിട്ട് കാണുന്നവർക്ക് അതും കൂടെ പഠിക്കാം. 1 ഇഞ്ച് ഇവിടെ കൊടുത്തിട്ട് ഈ 1 ഇഞ്ചിൽ നിന്ന് നമ്മൾ നമ്മുടെ ഈ 2.5 നമ്മൾ എക്സ്ട്രാ അടുത്തോട്ട് കൊടുക്കാം. ഇതിനെ നമുക്കിങ്ങനെ മുട്ടിച്ച് കൊടുക്കാം. ഓക്കെ, അത്രയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് നമുക്ക് കപ്പ് സൈസ് വേണ്ടവർക്ക് കുറച്ചും ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ 2 സൈഡിൽ നിന്നും കാലും നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മളിതിങ്ങനെ അടിച്ചു വരുമ്പോൾ നമുക്ക് കപ്പ് സൈസ് കൂടുതലും കിട്ടും, നല്ല പൊങ്ങിയിരിക്കും നമുക്ക്. അത് കപ്പ് സൈസ് വേണ്ടാത്തവർക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഒറ്റ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് കൂട്ടിയടിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ മാത്രമേ ഉള്ളൂ നമ്മളത് എടുക്കേണ്ടത്. കപ്പ് സൈസ് വേണ്ടവരെ ഇത്രയും നമ്മൾ എക്സ്ട്രാ കട്ട് ചെയ്ത് എടുക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ഈ 1/2 പോയി തയ്ക്കാനുള്ള 1/2 കൂട്ടി 1 ഇഞ്ച് നമ്മൾ ഇവിടെ എടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ തയ്ച്ച് വരുമ്പോൾ നമുക്ക് അവിടെ തുണി കിട്ടണം, അല്ലെങ്കിൽ അവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറവ് വരും കേട്ടോ. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇത് കട്ട് ചെയ്യാം. അതിന് മുന്നേ നമുക്കിവിടെ 1/2 ഇഞ്ച് നമ്മൾ ഇവിടെ കുഴിച്ച് കൊടുക്കണം. അവിടെ നമ്മൾ നോക്കാനുണ്ട് കേട്ടോ. ഈ 1/2 ഇഞ്ചിന് ഞാനിവിടെ ഇങ്ങനെ കുഴിച്ച് കൊടുത്തിട്ട് വരുമ്പോൾ ഇങ്ങനെ കുഴിച്ചിട്ട് ഞാനിവിടെ ഇങ്ങനെ കൊടുക്കുകയാണ്. ഇങ്ങനെ 1/2 ഇഞ്ച് നമ്മളിവിടെ കുഴിച്ചിങ്ങനെ കൊടുക്കാം. എന്നിട്ടാണ് നമ്മുടെ ഇതിങ്ങനെ വെട്ടിയെടുക്കുന്നത്. ആ വെട്ടിയെടുക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് നമ്മൾ നോക്കണം. ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്ക് അളവ് നമ്മൾ നോക്കണം. എത്രയാണ് കിട്ടുന്നത്, ഇവിടെ 6 ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ 6 കിട്ടുമ്പോൾ മറ്റേ ലൈനും എത്രയായിരിക്കണം, അതും നമുക്ക് 6 ആയിരിക്കണം. അപ്പം നമ്മൾ ഇവിടെ ഒരു വര വരയ്ക്കുന്നുണ്ട്, ഇപ്പോൾ വെട്ടരുത് നമ്മൾ കേട്ടോ. ഇനി ഞാൻ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഇത് നമ്മൾ കുഴിച്ച് ആദ്യം വെട്ടിയെടുക്കാം. ആദ്യം ഞാൻ ഈ താഴ്വശമാണ് വെട്ടുന്നത് കാണുന്നത് കൊണ്ട് ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് വെട്ടുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വെട്ടിയെടുക്കാം. ഈ ഭാഗം നമുക്ക് 4 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഇതേപോലെ ചെരിച്ച് വെട്ടി കൊടുക്കാം. 1 ഇഞ്ച് ഇവിടെ വേണം, ചെരിച്ച് വെട്ടി കൊടുക്കുക. നമ്മുടെ കഴുത്ത് നമുക്ക് വെട്ടിയെടുക്കാം. നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ 1/2 ഇഞ്ച് താഴ്ത്തി വെട്ടിയില്ല, അത് നമുക്ക് ആദ്യം വെട്ടിയെടുക്കാം. ഓക്കെ, ഇത്രയും നമ്മൾ വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് ആദ്യം വെട്ടാം. ഇതാ ഷേപ്പിൽ അങ്ങ് വെട്ടിയെടുക്കാം കേട്ടോ. ഇതിലോട്ട് ഞാൻ ആദ്യം വെട്ടുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്തോട്ട് വെട്ടാണ്. ഇനി നമുക്ക് ഈ കാലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വെട്ടാം. ഓക്കെ, ഇത്രയായി. ഇനി നമുക്ക് ഈ ഭാഗം വെട്ടിയെടുക്കാം. പ്രിൻസസ് കട്ട് നമ്മൾ കട്ട് ചെയ്തതാണ്.
കട്ട് ചെയ്ത പ്രിൻസസ് കട്ട് ഇരിക്കുന്നത് ഇങ്ങനെയാണ് ഇരിക്കുക കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത പ്രിൻസസ് കട്ട് 1/2 ഇഞ്ച് നമുക്കിവിടെ ഇങ്ങനെ ഇതായിട്ട് പോകും. ഇനി നമ്മൾ വെട്ടേണ്ടത് എവിടെ നിന്നാണ്? ഇവിടെ ഞാൻ ഒരു വര വരച്ചില്ലേ കുറച്ച്, അത് നമ്മൾ ഇവിടുന്ന് വെട്ടിക്കളയണം. അല്ലെങ്കിൽ നമ്മൾ പിടിപ്പിക്കുന്ന സമയത്ത് ഇവിടെ അധികം വരും. അതുകൊണ്ട് നമ്മളിതിങ്ങനെ വെട്ടി കളയും. ഓക്കെ, ഇനി നമുക്ക് കറക്റ്റായിട്ട് നമുക്കിത് നമ്മളിങ്ങനെ അടിച്ച് ഇങ്ങനെ പോകുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് നമ്മളിങ്ങനെ അടിച്ച് പോകാനായിട്ട് പറ്റും. കണ്ടോ, ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ ഇത് നല്ല സൂപ്പർ നല്ല വണ്ണമുള്ളവർക്കൊക്കെ നല്ല സൂപ്പർ പ്രിൻസസ് കട്ടാണ് ഞാനിപ്പോൾ വെട്ടി കാണിച്ചത്. ഇത് ഞാൻ തയ്ച്ചിട്ടിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പെർഫെക്ഷൻ മനസ്സിലാവും കേട്ടോ. ഈ താഴെയൊക്കെ ഞാൻ എടുക്കേണ്ടതൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇതിൻ്റെ ഓൾറെഡി ഞാനൊരു പ്രിൻസസ് കട്ട് വെട്ടി, ഇതേ മോഡലിൽ വെട്ടിയ പ്രിൻസസ് കട്ട് ഉണ്ട്. അത് നിങ്ങൾ ഇത് മനസ്സിലായില്ലെങ്കിൽ അത് നിങ്ങൾക്ക് കണ്ടാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇനി നമുക്കിതിൻ്റെ കൈ നമുക്ക് വേറെ ഏതെങ്കിലും നമുക്ക് സ്ലീവ് എടുക്കാം. ബ്ലൗസിന്റെ കൈയിന് അപ്പം ബ്ലൗസിന്റെ കൈ എടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആം ഹോളിന്റെ അളവാണ് നോക്കേണ്ടത്. അങ്ങനെ രണ്ട് പീസ് തുണി നമ്മൾ മടക്കി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബ്ലൗസിന്റെ കൈയിന് എത്രയാണോ ഇറക്കം എടുക്കുന്നെങ്കിൽ നമ്മൾ ആ കൈയിന്റെ ഇറക്കം നമുക്ക് എടുക്കാം. കൈയിന്റെ ഇറക്കം നമുക്ക് അടയാളപ്പെടുത്താം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ആ കൈയിന്റെ കൈക്കുഴയുടെ ഭാഗത്ത്, ആം ഹോളിന്റെ ഭാഗത്ത് നമ്മൾ കൊടുക്കുന്ന ആ അകലാണ് കൊടുക്കേണ്ടത്. അതൊരു 4 നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് കൈയിന്റെ വണ്ണം എടുക്കണം. അപ്പോൾ കൈവണ്ണം കൊടുക്കാം. പിന്നെ തയ്യൽ തുമ്പും കൂടെ നമുക്ക് വേണം. നമ്മൾ ഈ എടുത്ത 4ന്റെ അവിടുന്ന് നമ്മളിതൊരു ഷേപ്പിൽ നമുക്ക് വരച്ച് കൊടുക്കാം. ബ്ലൗസ് വെട്ടത് ഒത്തിരി ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാനിത് വെട്ടി എടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളിതിങ്ങനെ വരച്ച് നമുക്കിതിനെ വെട്ടി എടുക്കാം. അപ്പം സ്ലീവും ഇതെല്ലാം തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ തയ്ച്ച് നമുക്ക് ഇതെങ്ങനെ എടുക്കാൻ നോക്കാം. ഫസ്റ്റ് ഞാൻ നമ്മുടെ കപ്പ് നമുക്ക് അടിച്ച് ടക്കുകൾ യോജിപ്പിച്ച് എടുക്കാം. അപ്പം ഞാൻ ടക്ക് യോജിപ്പിച്ചെടുത്താണ്. ഇതാണ് കപ്പ്. നല്ല വലുപ്പത്തിലുള്ളൊരു കപ്പ് സൈസോട് കൂടി നല്ല ഭംഗിയിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അടിച്ചപ്പോൾ നിങ്ങൾ നോക്കണം, മുകളിൽ നിന്ന് താഴെ വരെ, മുകളിൽ നിന്നാണ് നമ്മൾ ഈ കപ്പ് അടിക്കേണ്ടത് കേട്ടോ. അടിച്ച് താഴെ വരെ ഒരു ഭാഗത്തിന് പോലും കൂടുതലോ കുറവോ വരാതെ നമുക്ക് അടിക്കും. അപ്പോൾ നമ്മൾ ആ കട്ടിംഗ് ആണ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 2 കപ്പ് സൈസ് കപ്പും ഞാനിതിൻ്റെ തയ്ച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത്, അതായത് താഴെ ഞാൻ അതിൻ്റെ അടിയിൽ മടക്കി അടിക്കാൻ ബാക്ക് സൈഡും ഞാനിതിനെ പിടിപ്പിച്ചിട്ട് നമ്മൾ ഹുക്ക് വെക്കാനുള്ളതെല്ലാം ഇതിനെ പിടിപ്പിച്ച് ആ കഴുത്തും കൂടെ പിടിപ്പിച്ചതിന് ശേഷം അത്രയും നമ്മൾ ചെയ്തിട്ട്, അപ്പോൾ ഇതെല്ലാം ചെയ്തതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരുവിധം കൈ ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഞാൻ ഇതിങ്ങനെ ചെയ്ത് എടുക്കണം. നമ്മൾ പൈപ്പിംഗ് ആണ് ജസ്റ്റ് അടിച്ചു കൊടുത്തുള്ളൂ. നിങ്ങൾ മടക്കി ഹെമ്മിങ് ചെയ്യുന്നതാണെങ്കിലും ചെയ്യാം. ഞാൻ എളുപ്പത്തിൽ ഇപ്പോൾ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചെയ്യാം. പൈപ്പിംഗ് അടിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഉള്ളിലോട്ട് മടക്കി നമ്മൾ കൈ കൊണ്ട് ഹെമ്മിങ് ചെയ്താലും കുഴപ്പമില്ല. ഞാനിത് എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് പോലെയൊക്കെ കൊടുത്ത് കഴുത്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? നമ്മുടെ കൈയും ഷോൾഡറിന്റെ ഭാഗമാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യാറ്, ഞാൻ ഇത്രയും നാൾ നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നിട്ടില്ല. നമ്മൾ കൈ പിടിപ്പിക്കുന്നു, നമ്മൾ കൈയിൻ്റെ അവിടെ തൊട്ട് ഞാൻ അടയാളം എടുത്തിട്ട് താഴെ വരെ നിങ്ങൾക്ക് അടയാളം കൊടുത്ത് നിങ്ങൾക്ക് 2 സൈഡും കൂട്ടി യോജിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇതുവരെ ഞാൻ ചെയ്തിരുന്നത്. അപ്പം നമുക്ക് ഇതിലും കുറച്ചും കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കൈക്കുഴയുടെ ഭാഗം ഇരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആം ഹോളിന്റെ കറക്റ്റ് അളവ് നമ്മൾ എടുക്കണം. അപ്പോൾ നമ്മുടെ ആം ഹോള് അപ്പം എൻ്റെ സാരി ബ്ലൗസിന് ഞാൻ ഫിറ്റിംഗ് ആം ഹോള് 18ആണ്. ചുരിദാറിനാണെങ്കിൽ ഞാൻ 19 എടുക്കും. ബ്ലൗസിനാകുമ്പോൾ ഞാനതിൻ്റെ കറക്റ്റ് ആം ഹോൾ നമ്മൾ എടുക്കണം. നമ്മൾ ചുരിദാറിന് ഇച്ചിരി ലൂസ് ഇട്ടിട്ടാണ് എടുക്കുന്നത്, പക്ഷെ ബ്ലൗസിന് അങ്ങനെ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബ്ലൗസിൻ്റെ ആം ഹോള് എത്രയാണോ, ബ്ലൗസിനെ നല്ല ബ്ലൗസിൻ്റെ ആം ഹോള് നമ്മൾ ഏതൊക്കെ ഒന്ന് നമ്മുടെ തയ്ച്ച ബ്ലൗസിൻ്റെ ബോഡിയോട് കൂടിയിട്ടുള്ള ആം ഹോളും കൈയിൻ്റെ ആം ഹോളും കൂടി ജോയിൻ ചെയ്യുന്നതല്ലേ നമ്മുടെ ശരിക്ക് ഈ കൈയിൻ്റെ ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫിറ്റിംഗ് ആദ്യം നടത്തണം. ഓക്കെ, ഫിറ്റിംഗ് നടത്താനായിട്ട് ആദ്യം നമ്മുടെ ബോഡിയുടെ ഫിറ്റിംഗ് നടത്തണം. അപ്പോൾ ഈ ഫിറ്റിംഗ് നടത്തുന്ന സമയത്ത് ഫസ്റ്റ് അപ്പോൾ 18ആണ് എൻ്റെ ആം ഹോളെങ്കിൽ ഞാൻ അതായത് നടുമടക്കിയിട്ടത് കൊണ്ട് ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? 9 ഇഞ്ച് ആം ഹോൾ ഞാൻ എടുക്കണം. ബോഡിയിൽ ആദ്യം 9 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഈ 9 ഇഞ്ചിൽ അടയാളപ്പെടുത്തി നമ്മൾ ഫിറ്റിംഗ് താഴത്തെ ഷേപ്പിന്റെ ഭാഗം കൂടെ ഞാൻ 9.25 അതും കൂടെ അളന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ലൈൻ വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഇതിനെ ഫിറ്റിംഗ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിനെ നമ്മളൊരു 2 അടി സ്റ്റിച്ച് അടിച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന്
ഫിറ്റിംഗ് ചെയ്തെടുക്കാം. അപ്പോൾ ബോഡി നമ്മൾ ആദ്യം ഫിറ്റിംഗ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൈയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കൈയും നമ്മൾ ഇതുപോലെ എത്ര എടുക്കണം, നമ്മൾ നടുമടക്കിയിരിക്കുന്നതുകൊണ്ട് 9 ഇഞ്ച് അളന്നിട്ട്, ആം ഹോളിൻ്റെ അളവ് 18 ആണെങ്കിൽ അതിൻ്റെ പകുതി 9 അളന്നിട്ട് നമ്മൾ ഈ കൈയും നമ്മൾ എന്ത് ചെയ്യണം, ഫിറ്റിംഗ് ചെയ്യണം. അപ്പോൾ ബോഡിയും ഫിറ്റിംഗ് ചെയ്യുക, കൈയും നമുക്ക് ഫിറ്റിംഗ് ചെയ്യാം. അത് രണ്ടും നമ്മളൊന്ന് ഫിറ്റിംഗ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്കിത് കാണാം. അപ്പം ഞാൻ ബോഡി ഫിറ്റ് ചെയ്തു, കൈയിൻ്റെ ഇത് ആം ഹോളും ഞാൻ ഫിറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണിത്. അപ്പം നമ്മുടെ 2 കൈ, ഒരു കൈൻ്റെ ഞാനിപ്പോൾ കാണിക്കുകയാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മളിത് ജോയിൻ ചെയ്യേണ്ടതെന്ന് നോക്കണം. നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് വെച്ച് നോക്കണം. നമ്മൾ രണ്ടും എടുത്തത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് അറിയണ്ടേ. അപ്പം നമ്മൾ വെച്ച് അടിക്കേണ്ടത് എവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മുകൾ വശം, അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗമില്ലേ, അവിടെ നമ്മൾ ഇതിനെ മറച്ച് വെക്കാം. ഇത് മറച്ച് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല വശം നമ്മൾ കൂട്ടി വെക്കണം. നല്ല വശം നമ്മൾ മുട്ടിയിട്ടാണ് നമ്മൾ തയ്ക്കേണ്ടത്. എന്നാലേ നമുക്കിത് കറക്റ്റായിട്ട് അടിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഈ കയ്യിനെ ഇങ്ങനെ നല്ല വശം വെച്ചിട്ട് ഇതിനങ്ങ് മറച്ചിങ്ങോട്ട് വെക്കാണ്. മറച്ചിങ്ങോട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് രണ്ടും കൂടെ നമ്മളിങ്ങനെ വലിച്ചിങ്ങനെ പിടിക്കണം. വലിച്ചിങ്ങനെ പിടിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇതിലേതെങ്കിലും കൂടുതലുണ്ടോ കുറവുണ്ടോ നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ കൂടുതൽ ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് അളന്ന് നോക്കണം. അപ്പം അത് ചിലപ്പോൾ നമ്മൾ 9-ന് പകരം ചിലപ്പോൾ ഒരു 9.25 ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, 9-ലെ നമ്മൾ അടിച്ച് ഫിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഇങ്ങനെ വലിച്ചു പിടിച്ചപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് വലിയ കുഴപ്പങ്ങൾ കാണുന്നില്ല. കാരണം ഇത് രണ്ടിൻ്റെ അളവ് കറക്റ്റാണ്. കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ അത് കറക്റ്റ് ആക്കിയിട്ട് ഇത് ജോയിൻ ചെയ്യാവോ, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് അഴിച്ചൊക്കെ പണിയേണ്ടി വരും. നമ്മൾ അങ്ങനെ നമുക്ക് അടിച്ച് എടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ അടിച്ച് എടുത്തിട്ടുള്ള ബ്ലൗസിൻ്റെ കൈയാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അപ്പം നമുക്കിതിൻ്റെ പെർഫെക്ഷൻ കാണണമെങ്കിൽ എന്താണ്, ഞാനിതിട്ട് കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ. അങ്ങനെ 2 കൈയും നമ്മളിതുപോലെ പിടിപ്പിക്കുക. അപ്പം നമ്മൾ സാധാരണ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് വണ്ണം വെച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് ശരിയാക്കണമെങ്കിൽ നമുക്കിത് അഴിക്കാനായിട്ട് നമ്മൾ ഇപ്പം ഞാനൊരു തയ്യക്കാരി ആയതുകൊണ്ട്, തയ്ക്കാൻ അറിയുന്നതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് പ്രോബ്ലം ഉണ്ടാവില്ല, ഞാനത് ചെയ്യും. നമ്മളിപ്പോൾ അധികം ഒന്നും പരിചയമില്ലാത്തവരും നമുക്കൊന്ന് വണ്ണം കൂട്ടണം, ഇപ്പം തയ്ക്കാനൊന്നും അറിയില്ല, അടിച്ച് കിട്ടിയ ബ്ലൗസിനെ ഒന്ന് വണ്ണം കൂട്ടണമെന്ന് തോന്നിയാൽ നമുക്ക് സൈഡ് അഴിച്ചാൽ ഇത് പറ്റത്തില്ല. കയ്യിൻ്റെ മാറ്റി വീണ്ടും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് കൂടുതലും ആളുകൾ ഇത് ആണുങ്ങൾ തയ്ക്കുന്നത് എല്ലാവരും ഈ രീതിയിലാണ് കൂടുതലും തയ്ക്കുക. അവർക്ക് ഈ ഒരു പെർഫെക്ഷനിൽ അവർ തയ്ക്കുക. അതുകൊണ്ട് ആണുങ്ങൾ ബ്ലൗസ് അടിച്ചാൽ ഭയങ്കര പെർഫെക്ഷനാണ്. നിങ്ങൾ അത് കറക്റ്റുമാണ് കേട്ടോ, അങ്ങനെ പറയുന്നില്ലേ. നമ്മൾ പെണ്ണുങ്ങൾ അടിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ. പക്ഷെ സിമ്പിളായിട്ട് ഞാനൊക്കെ എൻ്റെ കടയിൽ സാധാ ബ്ലൗസ് പോലെ അടിക്കില്ല. കാരണം കസ്റ്റമർ ചിലപ്പോൾ ഇട്ട് കഴിയുമ്പോൾ ടൈറ്റ് ആകുമ്പോൾ അവർക്ക് അഴിച്ചു കൊടുക്കാൻ ഇതിനൊക്കെ എളുപ്പം ഇതായതുകൊണ്ട് അങ്ങനെ ചെയ്യും. പക്ഷേ നിങ്ങൾ പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് കൈക്കുട കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ കൈ പിടിപ്പിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു, അതായത് നമുക്ക് അവിടെ ചുളിവൊന്നുമില്ല, നമുക്ക് നല്ലൊരു പെർഫെക്റ്റ്. ഇപ്പോൾ എനിക്ക് കുറച്ച് ഇതുണ്ടെങ്കിൽ ഞാൻ ശരീരമുള്ള ആളായത് കൊണ്ടാണ്, നമുക്ക് ശരീരമുള്ള ആൾക്കാർക്ക് നമ്മൾ കുറച്ച് വണ്ണം കുറവുള്ള ആൾക്കാരിടുന്ന അത്രയ്ക്കുള്ള ഒരു ഇത് കിട്ടില്ല. കുറച്ചൊരു പിടുത്തമൊക്കെ പോലെ നമുക്ക് തോന്നും. എങ്കിലും ഇത് അത്യാവശ്യം നല്ലൊരു പെർഫെക്ഷനോടെ തന്നെയാണ് ഞാൻ തയ്ച്ചതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പം നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്കിത് ശരിയായില്ല, അല്ലെങ്കിൽ ഇത് ചെയ്ത് ശരിയല്ലല്ലോ ചേച്ചി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്ത് ഇതുവരെ നിങ്ങൾ ശല്യപ്പെടുത്തിയിട്ടില്ല. പക്ഷെ നിങ്ങളെന്നെ ചെറുതായിട്ടൊന്ന് ശല്യപ്പെടുത്തുന്നതാണ് എനിക്കൊന്നും കൂടെ ഒരു വീഡിയോസ് ചെയ്യാൻ ഒരു താല്പര്യം കേട്ടോ. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.